ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള കേരളത്തിലെ സമയപരിധി ഇന്ന് അവസാനിക്കും. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇരിങ്ങാലക്കുട മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ സംഘർഷം. ഇരുവിഭാഗങ്ങൾ ഏറ്റുമുട്ടി യുവാവ് കുത്തേറ്റ് മരിച്ചു. മനക്കുടി സ്വദേശി അക്ഷയാണ് മരിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണമേറുന്നു. ഒരു രേഖയുമില്ലാത്തവരും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരും സുരക്ഷിത കേന്ദ്രമെന്ന നിലയിൽ കേരളത്തിലെത്തുന്നു. ജില്ലയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ കണക്ക് ലഭ്യമല്ല. കൊടുംചൂടിൽ ഭൂഗർഭജലവിതാനം താഴുന്നു. വരൾച്ച അഭിമുഖീകരിച്ച് കാർഷിക മേഖല. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷം. സ്വർണ്ണവില വീണ്ടും റെക്കോർഡിൽ. ഗ്രാമിന് 75 രൂപ വർദ്ധിച്ചു. പവന് 600 രൂപ ഉയർന്ന് 51,280 രൂപയിലെത്തി. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള കേരളത്തിലെ സമയപരിധി ഇന്ന് അവസാനിക്കും. തൃശൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി K മുരളീധരനും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ഇന്ന് പത്രിക സമർപ്പിക്കും. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് LDF ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ പ്രകടനമായി എത്തിയാണ് വരണാധികാരിയായ കളക്ടർ BR കൃഷ്ണതേജയ്ക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മന്ത്രിമാരായ ഡോക്ടർ R ബിന്ദു, K രാജൻ, P ബാലചന്ദ്രൻ MLA, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, KP രാജേന്ദ്രൻ, MK കണ്ണൻ എന്നിവരും കളക്ടറേറ്റിൽ എത്തിയിരുന്നു. തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതിനു മുകളിൽ വഞ്ചി എന്നാണ് തന്റെ നിലപാടെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. തൃശൂർ ലോക്സഭാ മണ്ഡലം വരണാധികാരിയായ കളക്ടർ VR കൃഷ്ണതേജ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുനിൽകുമാർ. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മണ്ഡലതലത്തിലുള്ള പ്രചരണം 4 ഘട്ടങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അടുത്ത ആഴ്ച മുതൽ 5ാം ഘട്ട പ്രചരണം തുടങ്ങുമെന്നും സുനിൽകുമാർ പറഞ്ഞു. പത്രികാ സമർപ്പണം ഇന്ന് 3 സെറ്റ് പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളെ ഒരു പ്രധാന ഘട്ടം ഇതിനകം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും പൊതു സന്ദർശന പരിപാടികൾ ഇന്നലത്തോടുകൂടി 7 മണ്ഡലങ്ങളിലും പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതോടുകൂടി 4 റൗണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വ്യത്യസ്തമായ രീതികളിലുള്ള പ്രചരണ പരിപാടികൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളത്. ഏത് വൈതരണി ഉണ്ടായാലും തലയ്ക്ക് മീതെ വെള്ളം വന്ന് അതിക്ക് മീതെ വഞ്ചിന്ന് കേട്ടില്ലേ, ഇത്രയുള്ള കാര്യം. ഇരിങ്ങാലക്കുട മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ കത്തികുത്തിൽ ഒരാൾ മരിച്ചു. 5 പേർക്ക് ഗുരുതര പരിക്കേറ്റു. മനക്കുടി സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ മകൻ 21 വയസ്സുള്ള അക്ഷയാണ് മരിച്ചത്. മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ആലുംപറമ്പിൽ വെച്ച് ബുധനാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. ഇരുവിഭാഗങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. ആനന്ദപുരം സ്വദേശി കൊല്ലപ്പറമ്പിൽ ഷിജുവിന്റെ മകൻ സഹിൽ, മൂർക്കനാട് സ്വദേശി കരിക്കപ്പറമ്പിൽ പ്രജിത്ത്, കൊടകര സ്വദേശി മഞ്ചേരി വീട്ടിൽ മനോജ്, ആനന്ദപുരം സ്വദേശി പൊന്നിയത്ത് വീട്ടിൽ സന്തോഷ്, തൊട്ടിപ്പാൾ സ്വദേശി നെടുമ്പാൾ വീട്ടിൽ നിഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതര പരിക്കേറ്റ 4 പേരെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലും ഒരാളെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇരിങ്ങാലക്കുട DYSP കുഞ്ഞിമൊയ്തീന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ജില്ലയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ കണക്ക് ലഭ്യമല്ല. രേഖയില്ലാത്ത അതിഥി തൊഴിലാളികൾ കേസിൽപ്പെട്ടാൽ ഉത്തരവാദി തൊഴിലുടമ. ജില്ലയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളെക്കുറിച്ചുള്ള കൃത്യമായ കണക്ക് തൊഴിൽ വകുപ്പിനോ പോലീസിനോ ഇപ്പോഴും ലഭ്യമല്ല. 30,000-നും 35,000-നും ഇടയിൽ അതിഥി തൊഴിലാളികൾ ജില്ലയിലുണ്ടെന്നാണ് 2 വർഷം മുമ്പത്തെ ഏകദേശ കണക്ക്. ഒരു രേഖയുമില്ലാതെ തൊഴിലെടുക്കുന്നവരുമുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്നെന്ന പേരിൽ ബംഗ്ലാദേശ് സ്വദേശികൾ വരെ കേരളത്തിലെത്തിയതായി നേരത്തെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരുന്നു. ആധാർ കാർഡോ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡോ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും പൂർണ്ണമായും നടപ്പായില്ല. സ്വന്തം സംസ്ഥാനത്തെ പോലീസോ തൊഴിൽ വകുപ്പോ നൽകുന്ന വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകണമെന്ന ആശയവും കടലാസിലൊതുങ്ങി. അതിഥി തൊഴിലാളികൾ കേസിൽപ്പെടുകയാണെങ്കിൽ ഇവർക്ക് കൃത്യമായ രേഖയില്ലെങ്കിൽ തൊഴിലുടമ ഉത്തരവാദിയാകുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു.
ഒരു രേഖയുമില്ലാത്തവരും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരും സുരക്ഷിത കേന്ദ്രമെന്ന നിലയിൽ സംസ്ഥാനത്തെത്തുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ഏറിവരുന്ന സാഹചര്യത്തിൽ കൃത്യമായ കണക്കെടുപ്പ് അനിവാര്യമാവുകയാണ്. 2022 ഫെബ്രുവരിയിൽ ട്രെയിനിൽ TTEക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്രൂരമായ മർദ്ദനമേറ്റിരുന്നു. ടിക്കറ്റില്ലാതെ യാത്ര ചെയ്തതിനെ ഫൈൻ ഈടാക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു പെരുമ്പാവൂർ സ്വദേശി ബ്ലസ്സിക്ക് മർദ്ദനമേറ്റത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ജില്ലയിലും ഏറിവരികയാണ്. TCV തൃശൂർ. കൊടും ചൂടിൽ ഭൂഗർഭ ജലവിധാനം താഴുന്നു. കാർഷിക മേഖല വരൾച്ച അഭിമുഖീകരിക്കുകയാണ്. മലയോര മേഖലകളിലും തീരമേഖലകളിലും കിണറുകൾ വറ്റിത്തുടങ്ങി. കുളങ്ങളും തോടുകളും വറ്റി വരളുകയാണ്. നഗരപ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമമുണ്ട്. മുണ്ടകൻ പാടശേഖരങ്ങളിൽ വെള്ളം കുറഞ്ഞതോടെ നെല്ലിന് വിളവ് കുറഞ്ഞു. പുന്നയൂർകുളത്ത് കുട്ടാടൻ പാടശേഖരത്തിലെ നെൽകൃഷിയും പ്രതിസന്ധിയിലാണ്. പതിവില്ലാതെ തോടുകളിലെ വെള്ളവും നേരത്തെ വറ്റിയതോടെ പുഞ്ചകൃഷിക്ക് വെള്ളം കിട്ടാതെ കർഷകർ നട്ടം തിരിയുകയാണ്. കടവല്ലൂർ പാടശേഖരത്തിലെ 200 ഏക്കറോളം നെൽകൃഷിയാണ് വെള്ളമില്ലാതെ ഉണങ്ങി നശിച്ചത്. വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ കാർഷിക മേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാകും. പീച്ചി ചിമ്മിനി ഡാമുകളിലെ ജലനിരപ്പ് പതിവിൽ കവിഞ്ഞ് താഴ്ന്ന നിലയിലാണ്. വെങ്കടങ്ങ് പഞ്ചായത്തിലെ പൊണ്ണമുത കോൾപ്പടവിൽ കർഷകർക്ക് കൃഷിനാശം. പ്രതിസന്ധികളെ തരണം ചെയ്ത് ഭക്ഷ്യസുരക്ഷാ പദ്ധതി പ്രകാരം കൃഷിയിറക്കിയ കർഷകർക്ക് മീനച്ചൂടിൽ കണ്ണീർ കൊയ്ത്ത്. 300 ഏക്കർ വിസ്തൃതിയുള്ള പൊണ്ണമുത കോൾപ്പടവിൽ ഉമാ നെൽവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയത്. കൃഷിക്ക് വിദഗ്ധർ നിർദ്ദേശിച്ച എല്ലാ പരിപാലനവും ചെയ്തുവെങ്കിലും അവസാന 3 ആഴ്ചകളിലാണ് നെൽച്ചെടികളിൽ ചെറിയ രീതിയിൽ രോഗങ്ങൾ കണ്ടത്. തിങ്കളാഴ്ച പടവിൽ യന്ത്രസഹായത്തോടെ കൊയ്ത്ത് ആരംഭിച്ചു. ഒരേക്കർ പാടത്തു നിന്നും 400 കിലോ മുതൽ 500 കിലോ വരെ നെല്ല് മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. പടവ് കമ്മിറ്റി ഭാരവാഹികൾ കൃഷിനാശം സംബന്ധിച്ച് പരാതി നൽകിയതിനെ തുടർന്ന് കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള സംഘം പടവിൽ പരിശോധനയ്ക്കെത്തി. കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ C. അഞ്ജു, വെങ്കടങ്ങ് കൃഷി ഓഫീസർ ജേക്കബ് ഷേമോൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ KS മിനി എന്നിവരാണ് പരിശോധനയ്ക്ക് പടവിലെത്തിയത്. കോൾപ്പടവിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയ അംഗങ്ങൾ തണ്ടുതുരപ്പൻ, ബ്ലാസ്റ്റ്, BLB, കുലവാട്ടം, പോള അഴുകൽ തുടങ്ങിയ രോഗങ്ങൾ നെൽച്ചെടികളിൽ വന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. നെൽച്ചെടികളിലെ രോഗവിവരങ്ങളും കൃഷിനാശവും സംബന്ധിച്ച് കാർഷിക സർവകലാശാലയിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ C. അഞ്ജു പറഞ്ഞു. രൂക്ഷമായിട്ട് കൂടുതൽ നെല്ലിനെ ബാധിച്ചിട്ടുള്ളത്. പിന്നെ അത് കൂടാണ്ട് കുറച്ച് BLB ബാക്ടീരിയൽ ഇലകരിച്ചിലിന്റെ ലക്ഷണങ്ങൾ മരുന്നൊക്കെ കൊടുത്തതാണെങ്കിലും ചെറിയ തോതിൽ അതിന്റെ ലക്ഷണങ്ങൾ അവശേഷിക്കുന്നുണ്ടെന്നുള്ളത് വിളവിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. പോള അഴുകൽ എന്ന് പറഞ്ഞൊരു രോഗം, അതും കൊല വന്നതിന് ശേഷം അല്ലെങ്കിൽ കൊല പുറത്ത് വരണ ആ സമയത്ത് വരണ ഒരു അസുഖമായിട്ടാണ്. അതുമാണ് നമ്മളിവിടെ കൂടുതൽ കാണുന്ന 2 അസുഖങ്ങൾ. അത് ഇത്തവണ നെൽകർഷകർക്ക് കൃഷിക്ക് കൂലിച്ചെലവ് പോലെ ലഭിക്കാത്ത അവസ്ഥയാണ്. ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കിയ കർഷകരും വായ്പയെടുത്ത് കൃഷിയിറക്കിയ കർഷകരും എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. പടവ് കമ്മിറ്റി ഭാരവാഹികളായ P. പരമേശ്വരൻ, PS. ശങ്കുരു, കൊച്ചപ്പൻ വടക്കൻ, K. ജോർജ്, ജോയ് പാലിയൂർ എന്നിവരും കോൾപ്പടവിലെത്തിയിരുന്നു. TCV ന്യൂസ്, പാവറട്ടി. സ്വർണ്ണവില വീണ്ടും റെക്കോർഡിൽ. ഗ്രാമിന് 75 രൂപ വർദ്ധിച്ചു. പവന് 51,280 രൂപയാണ് ബുധനാഴ്ചത്തെ വില. പവന് 600 രൂപ ഉയർന്ന് സ്വർണ്ണവില ആദ്യമായി 51,000 കടന്നു. അന്താരാഷ്ട്ര സ്വർണ്ണവില ഉയർന്നതാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ കൂടാൻ കാരണമായത്. കരുവന്നൂർ വിഷയത്തിൽ ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാനില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. 26-ാം തീയതിക്ക് ശേഷം ഹാജരാകുമെന്ന് MM വർഗീസ് EDയെ അറിയിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലയുണ്ടെന്ന് MM വർഗീസ് EDയെ അറിയിച്ചിട്ടുണ്ട്. മുൻ MP PK ബിജുവിനോടും PK ഷാജിനോടും വ്യാഴാഴ്ച ഹാജരാകുവാനാണ് ED നിർദ്ദേശിച്ചിട്ടുള്ളത്. കരുവന്നൂർ തട്ടിപ്പ് അന്വേഷിക്കാൻ CPM ജില്ലാ ഘടകം നിയോഗിച്ച 2-അംഗ അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായിരുന്നു ഇരുവരും. പഴയന്നൂരിൽ ജുവലറിയിൽ മോഷണം. ചൊവ്വാഴ്ച രാത്രി പഴയന്നൂർ ടൗണിൽ പ്രവർത്തിക്കുന്ന ദീപ ജുവലറിയിലാണ് മോഷണം നടന്നത്. 1 പവന്റെ 2 മാലകൾ മോഷ്ടാവ് തട്ടിയെടുത്തു. ജുവലറി അടയ്ക്കുന്നതിനായി ആഭരണങ്ങൾ എടുത്തുവെക്കുന്നതിനിടയിലായിരുന്നു സംഭവം. ഹെൽമറ്റ് ധരിച്ചെത്തിയ മോഷ്ടാവ് ജുവലറിക്കുള്ളിൽ കയറി ക്യാഷ് കൗണ്ടറിന് പുറകിലുള്ള ഷെൽഫിൽ നിന്നും മാലകളെടുത്ത് പുറത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. കടയിൽ ഉണ്ടായിരുന്നവർ മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമിച്ചുവെങ്കിലും അതിവേഗം കടന്നുകളയുകയായിരുന്നു. പോലീസ് ജുവലറിയിലെയും സമീപ പ്രദേശങ്ങളിലെയും CCTV ക്യാമറകൾ പരിശോധിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്ത് പാറയ്ക്കൽ ജുവലറിയിലും സമാനമായ രീതിയിൽ മോഷണം നടന്നിരുന്നു. വണ്ടി പുറത്ത് നിർത്തിയിട്ട് ഓടി കയറിയിട്ടുണ്ടായത്. അപ്പോൾ ആ നേരത്തെ ഷോപ്പിൽ ഒരാളുണ്ടായിരുന്നുള്ളൂ. ആളെ ഫോളോ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല.
പെട്ടെന്ന് ഉണ്ടായൊരു അറ്റാക്കായിരുന്നു. പിന്നെ ഞങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വേണ്ട വിഷ്വൽസ് കംപ്ലീറ്റ് ഞങ്ങൾ സ്റ്റേഷൻ മുഖാന്തരം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. തൃശൂർ അമല നഗറിലെ മെഡിക്കൽ ഷോപ്പുകളിൽ മോഷണം. പണവും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടു. വി കെയർ മെഡിക്കൽസിലാണ് മോഷണം നടന്നത്. ഷട്ടറിന്റെ പൂട്ട് പൊളിച്ചാണ് കള്ളൻ അകത്ത് കയറിയത്. 10,000 രൂപയും ഒരു മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സമീപത്തുള്ള SD സർജിക്കൽസിലും സമാന രീതിയിൽ പൂട്ടുപൊളിച്ച് കള്ളൻ അകത്ത് കയറിയെങ്കിലും അവിടെ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മെഡിക്കൽ ഷോപ്പിലെ CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. പേരാമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാടാനപ്പള്ളി സ്വദേശിനി കോയമ്പത്തൂരിൽ വാഹനാപകടത്തിൽ മരിച്ചു. നടുവിൽക്കര 9-ാം വാർഡിൽ വൈലി അമ്പലത്തിന് സമീപം താമസിക്കുന്ന ഒളാട്ട് മണികണ്ഠൻ ബിന്ദു ദമ്പതികളുടെ മകൾ മനീഷയാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. കോയമ്പത്തൂരിലാണ് മനീഷ ജോലി ചെയ്യുന്നത്. ചൊവ്വാഴ്ച രാത്രി ജോലിസ്ഥലത്ത് നിന്നും സഹപ്രവർത്തകയ്ക്കൊപ്പം സ്കൂട്ടറിൽ താമസ സ്ഥലത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ വീട്ടുപറമ്പുകളിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. 100ഓളം നേന്ത്രവാഴകളടക്കമുള്ള കാർഷിക വിളകൾ കാട്ടാനക്കൂട്ടം പിഴുതെറിഞ്ഞു. മേഖലയിൽ കാട്ടാനയാക്രമണം പതിവാകുന്നു. കാരികുളം കടവ് കുഴിയാനിമറ്റത്തിൽ ജെയിംസ്, തൈവളപ്പിൽ ജോസഫ് എന്നിവരുടെ പറമ്പുകളിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. തൊട്ടടുത്ത പുഴ കടന്നെത്തിയ ആനക്കൂട്ടം ജെയിംസിന്റെ പറമ്പിലെ 100ഓളം നേന്ത്രവാഴകളും നിരവധി കവുങ്ങുകളും നശിപ്പിച്ചു. ജോസഫിന്റെ പറമ്പിലെ വേലി തകർത്ത് അകത്ത് കിടന്ന ആനകൾ വാഴകൾ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ പിഴുതെറിഞ്ഞ നിലയിലാണ്. 1 മാസത്തിനിടെ 2ാം തവണയാണ് ഇവരുടെ പറമ്പിൽ ആനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസം ജെയിംസിന്റെയും സഹോദരന്റെയും പറമ്പിൽ ആനകളെത്തി 100ലേറെ റബ്ബർ തൈകൾ നശിപ്പിച്ചിരുന്നു. വീടിനോട് ചേർന്ന് കൃഷി ചെയ്ത നേന്ത്രവാഴകളാണ് ഇത്തവണ ആനക്കൂട്ടം നശിപ്പിച്ചത്. ആനകൾ പറമ്പിൽ എത്തിയതറിഞ്ഞെങ്കിലും ഭീതി മൂലം പുറത്തിറങ്ങാനായില്ലെന്ന് ജെയിംസ് പറഞ്ഞു. കുറെ വാഴകൾ ചവിട്ടി ഓടിച്ചു, അങ്ങനെയെല്ലാം. അതുപോലെ അവിടെ ക്യാമറ, പിന്നെ തൊട്ടപ്പുറത്തെ വീടിന്റെ മതിൽ ചവിട്ടി പൊളിച്ച് അപ്പുറത്ത് കടന്നു. ഇങ്ങനെ ആനയുടെ ശല്യം ഇവിടെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യമായി ഞങ്ങളിത് ഗവൺമെൻറ് തലത്തിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും പല അപേക്ഷകൾ വെച്ചു. അതുപോലെ തന്നെ ഇതൊക്കെ ഈ അപേക്ഷകൾ വെക്കുന്നതല്ലാണ്ട് ഇതിന് ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. ഫെൻസിങ്ങിന് വേണ്ടി അളന്നു പോയി, അല്ലാതെ പിന്നീട് അത് വെക്കാനോ അല്ലെങ്കിൽ ആ ഫെൻസിങ് ഇട്ട് ജനങ്ങളെ സഹായിക്കാനോ ഉള്ള ഒരു നല്ല മനസ്സ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. കാർഷിക മേഖലയായ ഇവിടെ പതിവായി ആനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചിട്ടും അധികൃതർ വേണ്ടത്ര നടപടിയെടുക്കുന്നതിനോ നഷ്ടപരിഹാരം നൽകുന്നതിനോ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. കൃഷി ഉപജീവനമാക്കിയ ഇവരുടെ പറമ്പുകളിൽ ആനകൾ നാശം വിതച്ചതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. വനാതിർത്തിയിൽ വൈദ്യുതി വേലി സ്ഥാപിച്ച് ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയുമെന്ന് അധികൃതർ പലതവണ പറഞ്ഞെങ്കിലും ഇതുവരെ വേലി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ എടുത്തിട്ടില്ല. രാത്രികളിൽ ആനകൾ എത്തുന്നത് മൂലം ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. TCV പുതുക്കാട്. തൃശൂരിൽ TTE ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ പ്രതി ജോലി ചെയ്തിരുന്നത് കുന്നംകുളം പാറയമ്പാടത്തെ സ്വകാര്യ ബാറിലെ ശുചീകരണ തൊഴിലാളിയായിരുന്നു ഇയാൾ. 2 മാസം മുൻപാണ് ഇവിടെ ജോലിക്ക് പ്രവേശിച്ചത്. അമിതമായി മദ്യപിച്ചിരുന്നതിനാൽ ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നതായി ബാർ മാനേജർ ജോർജ് പറഞ്ഞു. രാവിലെ 11 മണിയോടെയാണ് വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് ഇയാൾ ബാറിൽ നിന്നും ഇറങ്ങിയത്. തുടർന്നുള്ള വീട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് TTE ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. 2 മാസമായിട്ട് വർക്ക് ചെയ്യുന്നു. ക്ലീനിങ് സെക്ഷനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഈസ്റ്ററിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നലെ വന്ന സമയത്ത് പുള്ളി കാലിലൊരു വെച്ചുവിട്ട് വരുന്നത് പോലെ. അത് നോക്കിയപ്പോൾ തന്നെ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് രാവിലെ. അപ്പം അന്നേരം തന്നെ ഞാൻ അക്കൗണ്ട്സ് വിളിച്ച് പറഞ്ഞു, അവൻ്റെ സാലറി ക്ലോസ് ചെയ്ത് വീട്ടിൽ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് പോയതാണ്. തൊയക്കാവ് കോടമുക്കിൽ അതിഥി തൊഴിലാളിക്ക് വെടിയേറ്റു. അസം സ്വദേശി അമിനുൾ ഇസ്ലാമിനാണ് വയറ്റിൽ വെടിയേറ്റത്. തൊയക്കാവ് സ്വദേശി പൊന്നറമ്പിൽ വീട്ടിൽ രാജേഷ് കൈവശമുണ്ടായിരുന്ന എയർഗൺ ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഒളിവിൽ പോയ രാജേഷിനായി പാവറട്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ശസ്ത്രക്രിയയിലൂടെ അമിനുളിന്റെ ശരീരത്തിൽ നിന്ന് വെടിയുണ്ട പുറത്തെടുത്തു. രാജേഷിന്റെ വീടിന് സമീപം ജോലിക്കായി എത്തിയതായിരുന്നു 2 തൊഴിലാളികൾ. ഇവർ തമ്മിൽ തർക്കം നടന്നു. ബഹളം കെട്ട് സ്ഥലത്തെത്തിയ രാജേഷ് ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് വാക്കേറ്റമുണ്ടായി. ഇതിനെ തുടർന്നാണ് വെടിവെച്ചത്.
കഴിഞ്ഞ വർഷത്തെ മൂല്യനിർണ്ണയ വേതനം ഇതുവരെയും നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഹയർ സെക്കൻഡറി അധ്യാപകർ ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ മൂല്യനിർണ്ണയ ക്യാമ്പുകൾക്ക് മുൻപിൽ പ്രതിഷേധ സംഗമം നടത്തി. ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾക്ക് ശേഷം മൂല്യനിർണ്ണയ ക്യാമ്പുകൾ തുടങ്ങിയ സാഹചര്യത്തിലാണ് പ്രതിഷേധം. തൃശൂർ ജില്ലയിലെ 5 ക്യാമ്പുകളിലും പ്രതിഷേധം നടന്നു. കഴിഞ്ഞ വർഷത്തെ പൊതുപരീക്ഷയ്ക്കായി കുട്ടികളിൽ നിന്ന് പരീക്ഷാ ഫീസ് മുൻകൂട്ടി പിരിച്ചെടുത്തുവെങ്കിലും പരീക്ഷാ പേപ്പർ പരിശോധിച്ചതിന്റെ 12 കോടിയോളം രൂപയാണ് ഇനിയും നൽകാനുള്ളത്. പരീക്ഷാ ചെലവുകളുടെ തുക പോലും വകമാറ്റി ചെലവഴിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷനിലെ 2 ലക്ഷത്തോളം വരുന്ന വാണിജ്യ ഗാർഹിക കെട്ടിട ഉടമകളിൽ 40% പേർക്ക് മാത്രമേ മാർച്ച് 31 വരെ കെട്ടിട നികുതി ഇനത്തിലെ പിഴപ്പലിശ കുറവ് ലഭിച്ചിട്ടുള്ളൂവെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജയപ്പല്ലൻ കുറ്റപ്പെടുത്തി. ബാക്കി വരുന്ന 60% കെട്ടിട ഉടമകൾക്കും പലിശക്കിഴിവ് ലഭിക്കാതെ പോയത് തൃശൂർ കോർപ്പറേഷന്റെ വീഴ്ചയാണ്. കെട്ടിട നികുതി വിസ്തീർണ അടിസ്ഥാനത്തിൽ ആക്കിയത് മുതൽ നികുതിദായകർ അവർ പോലും അറിയാതെ 2016 മുതൽ നികുതി കുടിശ്ശികക്കാരാണെന്നും ഇവരുടെ പക്കൽ നിന്നും നിയമവിരുദ്ധമായി നികുതിയും പലിശയും പിഴപ്പലിശയും 10% സേവന നികുതിയും ലൈബ്രറി സെസ്സും നിയമവിരുദ്ധമായി തൃശൂർ കോർപ്പറേഷൻ പിരിച്ചെടുക്കുന്നതായും രാജൻ പല്ലൻ കുറ്റപ്പെടുത്തി. കെട്ടിട ഉടമകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച പലിശയിളവ് നൽകുവാൻ സാധിക്കാതിരുന്നത് LDF ഭരണ നേതൃത്വത്തിന്റെയും കോർപ്പറേഷനിലെ ചില ഉദ്യോഗസ്ഥരുടെയും കുറ്റകരമായ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ചേറ്റുവ അഴിമുഖത്തിന് സമീപം മണൽത്തിട്ടയിൽ ഇടിച്ച് മത്സ്യബന്ധന വള്ളം തകർന്നു. മണൽത്തിട്ട നീക്കം ചെയ്തില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങി കൊടിയമ്പുഴ ദേവസ്വം കമ്മിറ്റി. ഇരിങ്ങാതുരുത്തി പ്രസാദിന്റെ ഉടമസ്ഥതയിലുള്ള അമ്പാടി എന്ന വള്ളമാണ് മണൽത്തിട്ടയിൽ ഇടിച്ചതിനെ തുടർന്ന് ഷീറ്റ് തകർന്ന് പുഴയിൽ മുങ്ങിയത്. 7 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഇതുമൂലമുണ്ടായത്. വലപ്പാട് നാട്ടിക കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ളതാണ് അമ്പാടി വള്ളം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന ആവശ്യം ബന്ധപ്പെട്ട അധികൃതരോട് ഉന്നയിച്ചു വരികയാണ് കൊടിയമ്പുഴ ദേവസ്വം. അഴിമുഖത്തിന് സമീപം വർഷങ്ങളായി രൂപപ്പെട്ട മണൽത്തിട്ടയിൽ ഇടിച്ചു കയറി വള്ളങ്ങൾ തകരുന്നത് പതിവായി തുടരുകയാണ്. ചാവക്കാട് മുനക്കക്കടവിന് തെക്ക് ഭാഗത്ത് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ഇവരുടെ വള്ളങ്ങൾ കെട്ടിയിടാറുള്ളത്. തങ്ങളുടെ വള്ളങ്ങൾക്ക് ഭീഷണിയായ മണൽത്തിട്ട നീക്കം ചെയ്യാൻ നടപടി ആവശ്യപ്പെട്ട് കൊടിയമ്പുഴ ദേവസ്വം കമ്മിറ്റി ജില്ലാ കളക്ടർ, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പലതവണ പരാതി നൽകിയത് TCB നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിന്റെയും മേൽനോട്ടത്തിൽ കൊടിയമ്പുഴ ദേവസ്വത്തിന് മണൽത്തിട്ട നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെതിരെ മറ്റുള്ളവർ പരാതി നൽകിയതോടെ ബന്ധപ്പെട്ട നിർദ്ദേശവും ജില്ലാ കളക്ടർ പിൻവലിച്ചു. ഓരോ വർഷവും 3 വള്ളങ്ങളെങ്കിലും മണൽത്തിട്ടയിലിടിച്ച് തകർന്ന് ലക്ഷങ്ങൾ നഷ്ടമുണ്ടാകുന്ന ദുരവസ്ഥയിലാണ് വലപ്പാട് നാട്ടിക കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ളവർ. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള അപേക്ഷകൾ നിരന്തരം അവഗണിക്കുന്നതിനെതിരെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ചെയ്യണമോ വേണ്ടയോ എന്ന് വ്യാഴാഴ്ച നടക്കുന്ന പൊതുയോഗത്തിൽ തീരുമാനിക്കാനിരിക്കെയാണ് വീണ്ടും ഒരു വള്ളം മണൽത്തിട്ടയിൽ ഇടിച്ച് തകരുന്നത്. TCV തൃപ്രയാർ. പോക്സോ കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു. കൊമ്പത്തുകടവ് സ്വദേശി പടിയഞ്ചേരി ശ്രീമോനാണ് അറസ്റ്റിലായത്. പരാതിയെ തുടർന്ന് മാള SI അബ്ദുൾ ജലീലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഏവരുടെയും ഹൃദയത്തിൽ ഇടം നേടിയ വ്യക്തിത്വമായിരുന്നു ഇന്നസെന്റ് എന്ന് മന്ത്രി R. ബിന്ദു പറഞ്ഞു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ IMFയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഇന്നസെന്റ് സ്മൃതി സംഗമവും ആദരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മരണശേഷം 5 അവയവങ്ങൾ ദാനം ചെയ്ത ഡോൺ ഗ്രേഷ്യസിന്റെ കുടുംബത്തെയും ഇന്നസെന്റിന്റെ പേരക്കുട്ടി ജൂനിയർ ഇന്നസെന്റിനെയും ചടങ്ങിൽ ആദരിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ മുൻ ചെയർപേഴ്സൺ സോണിയാഗിരി അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ, മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, പിന്റോ CS, കലാഭവൻ ജോഷി, ജനറൽ കൺവീനർ ഷാജൻ ചക്കാലയ്ക്കൽ, ലിയോ താണിശ്ശേരിക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി മേൽപ്പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ റോഡരികിലേക്ക് ഇടിച്ചുകയറി. തൃശൂരിൽ നിന്ന് കൊണ്ടാഴിയിലേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 2 കാർ യാത്രികർക്ക് നിസ്സാര പരിക്കേറ്റു. നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ PG പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. അമ്പലമുക്ക് തെക്കംകുളം ഇരുമ്പുവളപ്പിൽ വീട്ടിൽ കുട്ടപ്പൻ എന്ന് വിളിക്കുന്ന ധനേഷാണ് അറസ്റ്റിലായത്. 3 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 7 കേസുകളിൽ പ്രതിയാണ് ധനേഷ്.
തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് വടക്കാഞ്ചേരി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തൊഴിൽ രഹിതരായ യുവാക്കളെ അഭിമുഖത്തിന് ക്ഷണിച്ച് കത്തയക്കുന്നതായി യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. കേരളത്തിലെ യുവാക്കളോട് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കാണിക്കുന്ന ഇത്തരം സമീപനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഇത് യുവാക്കളോടുള്ള വെല്ലുവിളിയാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ്, യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ, KSU ജില്ലാ സെക്രട്ടറി ബിജോയ് ജോണി തുടങ്ങിയവർ അറിയിച്ചു. ദേശീയപാത ചാവക്കാട് പൊന്നാനി റോഡിൽ മന്ദലാംകുന്ന് അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ദലാംകുന്ന് സർവകക്ഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. കൊച്ചന്നൂർ മന്ദലാംകുന്ന് ബീച്ച് PWD റോഡിൽ അടിപ്പാത അനുവദിക്കാത്ത വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഹൈക്കോടതി അഭിഭാഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് VR അനൂപ് ആവശ്യപ്പെട്ടു. ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ മന്ദലാംകുന്ന് ബീച്ചിലേക്കും ദേശീയപാതയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള 15ഓളം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും യാത്ര ചെയ്യുന്നത് ഈ PWD റോഡിലൂടെയാണ്. സർവകക്ഷി കൂട്ടായ്മ ചെയർമാൻ PK ഹസൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കമറുദ്ദീൻ, പുന്നിയൂർ പഞ്ചായത്ത് അംഗം അസീസ് മന്ദലാംകുന്ന്, യഹിയ മന്ദലാംകുന്ന്, M കമാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള കേരളത്തിലെ സമയപരിധി ഇന്ന് അവസാനിക്കും. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇരിങ്ങാലക്കുട മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ സംഘർഷം, ഇരുവിഭാഗങ്ങൾ ഏറ്റുമുട്ടി യുവാവ് കുത്തേറ്റ് മരിച്ചു. മനക്കുടി സ്വദേശി അക്ഷയാണ് മരിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണമേറുന്നു. ഒരു രേഖയുമില്ലാത്തവരും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരും സുരക്ഷിത കേന്ദ്രമെന്ന നിലയിൽ കേരളത്തിലെത്തുന്നു. ജില്ലയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ കണക്ക് ലഭ്യമല്ല. കൊടുംചൂടിൽ ഭൂഗർഭജലവിതാനം താഴുന്നു. വരൾച്ച അഭിമുഖീകരിച്ച് കാർഷിക മേഖല. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷം. സ്വർണ്ണവില വീണ്ടും റെക്കോർഡിൽ. ഗ്രാമിന് 75 രൂപ വർദ്ധിച്ചു. പവന് 600 രൂപ ഉയർന്ന് 51,280 രൂപയിലെത്തി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.